1962 ജനുവരിയിൽ അബ്ദുൽ ലത്തീഫ് തുലയ്യാൻ അൽ ഖാനിം ചെയർമാനായ സമിതി രൂപീകരിച്ചാണ് ഭരണഘടനാ രൂപീകരണത്തിന് രാജ്യം തുടക്കം കുറിച്ചത്. മാർച്ച് 1-ന് ആദ്യ യോഗം ചേർന്ന സമിതി നിരന്തര കൂടിയാലോചനകൾക്ക് ശേഷം ഒക്ടോബർ 27-ന് കരട് ഭരണഘടനയ്ക്ക് രൂപം നൽകി. 3 ദിവസത്തിനു ശേഷം അന്നത്തെ അമീർ ഷെയ്ഖ് അബ്ദുള്ള സാലിമ സ്വബാഹ് ഒപ്പുവെച്ചു. 1963 ജനുവരി 23-ന് ഭരണഘടനാനുസൃതമായി രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും മാന്യതയ്ക്കും അഭിമാനത്തിനും വില കൽപ്പിക്കുന്ന ഭരണഘടന നിലവിൽ വന്നതോടെ കുവൈത്ത് പുതിയൊരു ചരിത്രഘട്ടത്തിലേക്ക് പ്രവേശിച്ചതായി തുടർന്ന് നടത്തിയ പ്രഭാഷണത്തിൽ അബ്ദുൽ ലത്തീഫ് മുഹമ്മദ് രണ്ടാമൻ പറഞ്ഞു. രാജ്യവും സർക്കാർ സംവിധാനവും, സമൂഹത്തിന്റെ മൗലിക ഘടകങ്ങൾ, പൊതു അവകാശങ്ങളും ബാധ്യതകളും, അധികാരങ്ങൾ, പൊതുചട്ടങ്ങൾ എന്നിങ്ങനെ ഭരണഘടനയിൽ 5 ഭാഗങ്ങളുണ്ട്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകുന്ന ഭരണഘടന വ്യത്യസ്ത ഗോത്രങ്ങളായി ജീവിക്കുന്ന കുവൈത്ത് സമൂഹത്തെ ഒന്നായി കാണുന്നു. നിസാർ കെ റഷീദ്, മീഡിയ 1, കുവൈത്ത്.